ചാങ്സ് ഇതെല്ലാം പറഞ്ഞിട്ട് സുക്ചൂളിനെ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും അവൻ അവന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും. അവനോട് പൊക്കോളാനായിട്ട് ചെയർമാൻ പറയും. പുറത്തിറങ്ങുന്നുണ്ട് സാങ്കുൾ അവിടെ നിൽപ്പുണ്ട്. സാങ്കുളിന്റെ അടുത്തും യാത്ര ചോദിച്ചിട്ടാണ് സുക്ചൂൾ അവിടുന്ന് പോകുന്നത്. സാങ്കുൾ അകത്തേക്ക് ചെല്ലുന്നില്ല ചെയർമാന്റെ അടുത്തേക്ക്. ആ കേട്ടതിന്റെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. റിസൈൻ ചെയ്ത കാര്യം സുക്ചൂൾ വന്ന് മിയോങ്ങിന്റെ അടുത്തും പറയും. അവർക്കത് കേൾക്കുമ്പോൾ സന്തോഷമാവും. യൂൻജിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുകയാണ്. ഇവനെ അവിടെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഗ്യാങ് മെമ്പർ അവനെ വിളിച്ചു നോക്കും. പക്ഷെ അവൻ ആ കോൾ അറ്റൻഡ് ചെയ്യത്തില്ല. യൂൻജിയാണ് കൂടുതൽ നിന്നിട്ട് ചതിച്ചത്. അവനാണ് കാര്യങ്ങളൊക്കെ ടീഹൂണിനെ ചോർത്തി കൊടുക്കുന്നത്. അവന്റെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ടാണ് എല്ലാവരും കൂടി കൂടിയേക്കുന്നത്. അവിടെ സെലിബ്രേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഇവൻ ഇടയ്ക്കിടയ്ക്ക് വാതിലിന്റെ അടുത്തേക്ക് നോക്കുന്നുണ്ട്. ടീഹൂണിന്റെ ആൾക്കാർ വരുന്നുണ്ടോ എന്ന്. പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാം ചെയ്തോളാനായിട്ട് ടീഹൂൺ ബോക്സോണിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ടീഹൂണിന്റെ ഗ്യാങ്ങിലെ ആൾക്കാരെ കാണുമ്പോൾ തന്നെ ചാങ്സുന്റെ ആൾക്കാർക്ക് കാര്യം മനസ്സിലാവും. അവിടെ അടിയും പിടിയും ബഹളവും ആവും. ഗ്യാങ് മെമ്പർ വീണ്ടും വീണ്ടും സുക്ചൂളിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ അറ്റൻഡ് ചെയ്യുന്നില്ല. ഒരു സിഗ്നലിൽ വന്ന് കിടക്കുമ്പോൾ അവൻ ഓപ്പോസിറ്റ് സൈഡിൽ നോക്കുമ്പോൾ ചെൻഹോയും ഒരാളും കൂടി അവന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് കാണും കാറിൽ. അവനെന്തോ സംശയം തോന്നും. അന്നേരമാണ് വീണ്ടും ഗ്യാങ് മെമ്പറിന്റെ കോൾ വരുന്നത്. ഇപ്രാവശ്യം അവൻ അത് അറ്റൻഡ് ചെയ്യും. ടീഹൂണിന്റെ ആൾക്കാരെ നമ്മുടെ ബാറിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരണം എന്നാണ് അയാൾ വിളിച്ച് പറയുന്നത്. അയാൾ ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും പുറകുന്ന് അടി കിട്ടിയിട്ട് അയാൾ താഴെ വീഴും. സുക്ചൂൾ അയാളുടെ അടുത്ത് വീണ്ടും വീണ്ടും ഫോണിൽ ഇങ്ങനെ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അയാൾക്ക് മറുപടി പറയാനായിട്ട് പറ്റുന്നില്ല. സുക്ചൂൾ കാറ് ഫ്രണ്ടിലേക്ക് എടുക്കുമ്പോഴത്തേക്കിനും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു ലോറി വന്ന് അവനെ ഇടിക്കും. മനഃപൂർവ്വം ഇടിക്കുന്നതാണെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് ലോറി എടുത്തോണ്ട് പോവുകയാണ്. ഇവൻ ഒരുവിധം കാറിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങും. ചാങ്സുന്റെ ഗ്യാങ് മെമ്പേഴ്സിനെ എല്ലാം അടിച്ചൊരു പരുവാക്കിയിട്ട് ബോക്സൂണും ബാക്കിയുള്ളവരും കൂടി അവിടുന്ന് പോകും. ഈ സമയം ചെൻഹോ വന്നിട്ട് ടേഹൂണിന്റെ അടുത്ത് പറയും പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. അധികം സീരിയസ് അല്ലെങ്കിലും സാരമായ മുറിവുകളൊക്കെ പറ്റിയിട്ടുണ്ട് സുക്ചൂളിന്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയേക്കുകയാണ്. സോഹിയും ഡോക്ടർ ജാങ്ങും കൂടെ ഉണ്ട്. ഈ സംഭവങ്ങളൊന്നും മിയോങ് അറിയരുതെന്ന് സോഹി അടുത്ത് പറയുമ്പോഴത്തേക്കും അവൾ അറിയണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ വീട്ടിലേക്ക് പോകാനായിട്ട് പറ്റത്തില്ല. ഇവിടുന്ന് ഡിസ്ചാർജ് തരുമ്പോൾ മാത്രമേ പോകാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് സോഹി തിരിച്ചു പറയും. കാര്യം പറഞ്ഞ യങ്സും വരും. ഇത് സാധാരണ ഒരു ആക്സിഡന്റ് അല്ലാന്ന് നിനക്കും അറിയാം. ഇതിന് പിന്നിൽ ആരാണെന്ന് നിനക്കൊരു ഊഹം കാണുമല്ലോ. ആരാണെന്ന് എന്നോട് പറയാനായിട്ട് പറയുമ്പോൾ സുക്ചൂൾ മിണ്ടാതിരിക്കും. ടേഹൂൺ ആണോ എന്ന് യങ്സു എടുത്തു ചോദിക്കും. ഞാൻ ഗ്യാങ്ങിൽ നിന്ന് റിസൈൻ ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇനിയും ആരുമായിട്ടും ഇൻവോൾവ് ആകാനായിട്ട് താല്പര്യമില്ല. അതുകൊണ്ട് ഇവിടെ വെച്ചത് തീരട്ടെ. നീ അത് അന്വേഷിച്ച് അതിന്റെ പുറകെ പോകണ്ടെന്ന് യങ്സുവിന്റെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷെ അവൻ പറയും ഞാൻ CCTV ഫുട്ടേജ് നോക്കി. ഇത് വെറും ഒരു ആക്സിഡന്റ് അല്ലാന്ന് ഉറപ്പാണ്. നിന്നെ ഏകദേശം 10 മിനിറ്റോളം ആ ലോറി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ആരെങ്കിലും മനഃപൂർവ്വം ചെയ്തതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് യങ്സു പറയുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഇനി പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ഇതിന്റെ പുറകെ പോകണ്ടെന്ന് പറഞ്ഞിട്ടാണ് യങ്സുവിനെ സുക്ചൂൾ പറഞ്ഞു വിടുന്നത്. യങ്സു പോയി കഴിയുമ്പോൾ അവൻ ടേഹൂണിനെ വിളിക്കും. കുറച്ച് സമയം രണ്ടുപേരും ഒന്നും മിണ്ടത്തില്ല കോൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ. അതിനുശേഷം സുക്ചൂൾ ടേഹൂണിന്റെ അടുത്ത് പറയും നീ എന്തിനത് ചെയ്തു എന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ എല്ലാം ഇവിടെ വെച്ച് ഇതുകൊണ്ട് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കോൾ കട്ട് ചെയ്യുന്നത്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പിന്നീട് കാണിക്കുന്നത്. സുക്ചൂൾ ജാങ്ഹൂക്കിന്റെ അടുത്ത് ചെല്ലും. അവരവിടെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ജീവിക്കുകയാണല്ലോ. അവിടെ ഒരുപാട് ജോലിയൊക്കെ ഉണ്ട്. അപ്പൊ എന്തെങ്കിലും ജോലി തരണം എന്നാണ് പറയുന്നത്. നീ ഇത്ര പെട്ടെന്ന് അവിടുന്ന് ക്വിറ്റ് ചെയ്ത് വരുമെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. അതെന്തായാലും നന്നായി എന്ന് പറഞ്ഞിട്ട് അയാൾക്കും ഇവൻ ക്വിറ്റ് ചെയ്തതിൽ സന്തോഷമുണ്ട്. ലോൺ ഷാർക്കായ ജൂനിയറിനെ അച്ഛൻ വീണ്ടും വിളിക്കും. ഞാൻ നിനക്ക് എന്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തരാം. അടുത്ത ദിവസം തന്നെ അയക്കും. അയക്കുന്ന ദിവസം തന്നെ നീ പ്രോമിസ് ചെയ്ത പൈസ എനിക്ക് അയച്ചു തരണം. ഞാൻ പലിശ സഹിതം തിരിച്ചടച്ചോളാം എന്ന് പറയും. അന്നേരമാണ് സോഫി അവിടേക്ക് വരുന്നത്. അമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിനക്ക് പുറത്തു പോകാൻ ഇഷ്ടമാണെങ്കിൽ നീ അങ്ങനെ തന്നെ ചെയ്തോളൂ എന്ന് അച്ഛൻ പറയും. എന്താണ് എൻ്റെ അടുത്ത് പോകണ്ടെന്ന് പറയാത്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞാലും നീ കേൾക്കാനായിട്ട് പോകുന്നില്ലല്ലോ. നിന്റെ ഡ്രീം അതാണെങ്കിൽ നീ അത് തന്നെ ചെയ്യണം. അധികം വൈകുന്നതിന് മുമ്പ് ലൈഫിൽ നിനക്ക് എന്താണോ അച്ചീവ് ചെയ്യണം എന്നുള്ളത് അതൊക്കെ ചെയ്തോളാനാണ് അച്ഛൻ അവളോട് പറയുന്നത്. ഫൈനൽ ഡിസിഷൻ എടുത്തില്ല എന്നാണല്ലോ എന്നോട് പറഞ്ഞത്. തീരുമാനമായോ എന്ന് ഡോക്ടർ വന്നിട്ട് സുഖിയുടെ അടുത്ത് ചോദിക്കും. ഞാൻ എടുത്ത തീരുമാനം മറ്റു ദിവസം കൊണ്ട് മാറാനായിട്ട് പോകുന്നില്ലല്ലോ. എന്തായാലും എന്റെ കൂടെ വരാനായിട്ട് യാതൊരു ഇന്റൻഷനും ഇല്ലല്ലോ. ഇത് എന്റെ ഡ്രീമാണ്. അതുകൊണ്ട് ഞാൻ പോകാനായിട്ട് തീരുമാനിച്ചു എന്ന് സോഫി മറുപടി പറയും. ഞാൻ ഈ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ. എനിക്ക് നല്ലത് വന്നാൽ നമുക്ക് രണ്ടുപേർക്കും നല്ലതാണല്ലോ. നീ പറഞ്ഞ കൂട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ തിരിച്ചു വരും എന്ന് പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ പോകേണ്ട കാര്യമില്ലല്ലോ. നിന്റെ സ്വഭാവത്തിന് നീ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് തിരിച്ചു വരാനും പോകുന്നില്ല. പക്ഷെ അത്രയും ദൂരം പോയി കഴിഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാകുമെന്ന് നല്ലതുപോലെ ചിന്തിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ അവിടുന്ന് പോകുന്നത്. സോക്കിങ് ആ ഹെയർ സലൂണിൽ വർക്ക് ചെയ്തു തുടങ്ങി. അവളെ അവിടെ കാണാനായിട്ട് യങ്സു വരും. യങ്സു എന്നിട്ട് അവളുടെ അടുത്ത് ചോദിക്കും വർക്ക് എങ്ങനെ പോകുന്നു എന്നൊക്കെ. അപ്പൊ അവൾക്ക് ഇഷ്ടമാണ്, പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇത് തന്നെയാണല്ലോ എന്ന് പറയും. പിന്നെ എന്താണ് മുഖത്തൊരു സന്തോഷം ഇല്ലാത്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും വീട് ഇതുപോലെ ജപ്തി ചെയ്യാനായിട്ട് പോവുകയാണ്. കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. നിന്റെ കയ്യിൽ പൈസ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ എത്രയാണെന്ന് ഇവൻ ചോദിക്കും. 300 മില്യൺ ആണ് ഇവൾ പറയുന്നത്. അത്രയും വലിയ എമൗണ്ട് ആണെന്ന് കേൾക്കുമ്പോൾ അവൻ ഞെട്ടുന്നുണ്ട്. അപ്പൊ അത് തരാനായിട്ട് നിനക്ക് പറ്റത്തില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല,
എനിക്ക് കുറച്ച് സേവിങ്സ് ഉണ്ട്, ഒരു ലോൺ വേണമെങ്കിൽ എടുക്കാം എന്നൊക്കെ ഇവൻ പറയും. എന്തിനാണ് വെറുതെ എനിക്കിങ്ങനെ ഹോപ്പ് തരുന്നത്? ഞാൻ ഓൾറെഡി ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, എനിക്കൊരു കുട്ടിയുണ്ട്, പിന്നെ നീ എന്തിനാണ് എനിക്കിങ്ങനെ പ്രതീക്ഷ തരുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത്, പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ബുള്ളീസിന്റെ അടുത്ത് നിന്ന് എന്നെ രക്ഷിച്ചത് ഇയാളാണ്. അപ്പൊ എനിക്ക് അന്നൊരു ഹൈസ്കൂൾ ഗേൾ എന്നെ രക്ഷിക്കുന്നു, എനിക്കൊരു ഹീറോയിൻ ആയിട്ടാണ് തോന്നിയത്. ഇപ്പോ ആ ഹൈസ്കൂൾ ഗേളിനെ എനിക്ക് തിരിച്ച് പ്രൊട്ടക്ട് ചെയ്യണം, അത്രേ ഉള്ളൂ എന്നാണ് അവൻ പറയുന്നത്. കേഹുൺ നമ്മളോട് ചെയ്തത് തന്നെ പകരം ചോദിക്കണ്ടേ, എന്താ ചെയർമാൻ ഒന്നും മിണ്ടാത്തത്, തിരിച്ചടിക്കണ്ടേ എന്നൊക്കെ വന്നിട്ട് സാങ്കുൾ ചോദിക്കുമ്പോൾ, നീ ഒന്നും ചെയ്യേണ്ട തൽക്കാലം, ഞാൻ പറയുന്ന ഓർഡേഴ്സ് മാത്രം നീ ചെയ്താൽ മതി, അതിനപ്പുറം കയറി ഒന്നും ചെയ്യണ്ടെന്ന് ചെയർമാൻ എൻ്റെ അടുത്ത് പറയും. പക്ഷെ എന്നാ അത് കേൾക്കാൻ നിൽക്കാതെ അവനൊരു തിരിച്ചടിയുടെ ആവശ്യമുണ്ട്, അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം, ചെയർമാൻ അതിനെപ്പറ്റി ആലോചിക്കണ്ടെന്നാണ് സാങ്കുള് പറഞ്ഞിട്ട് പോകുന്നത്. യൂഞ്ചി വീണ്ടും ടേഹുണിനെ മീറ്റ് ചെയ്യും. സാങ്കുൾ നല്ല ദേഷ്യത്തിലാണ്, തിരിച്ചടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ആകെ ബഹളമാണെന്ന് അവനെ അറിയിക്കും. അപ്പൊ സൂക്ചൂളോ എന്ന് ഇവൻ ചോദിക്കുമ്പോഴത്തേക്കും സൂക്ചൂള് റിസൈൻ ചെയ്തു, അതില് സാങ്കുൾ നല്ല ദേഷ്യമുണ്ട്, അവനെ വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും. അപ്പൊ ഇവന് കുറെ പൈസയൊക്കെ കൊടുക്കും, നമുക്ക് ഇനി മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് വിടുന്നത്. ഇവര് തിരിച്ചു വരുന്നുണ്ടേ ചെൻഹോ ചോദിക്കും, എന്തിനാണ് സൂക്ചൂളിന്റെ അടുത്ത് ഇങ്ങനെ ഒരു സോഫ്റ്റ് കോർണർ കാണിക്കുന്നത്, ഇനിയിപ്പോ അവനെ വെറുതെ വിടണം എന്നാണോ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അത് എന്റെ കയ്യിലല്ല, ആ തീരുമാനം എടുക്കേണ്ടത് ഞാനല്ല എന്നാണ് ടേഹുൺ പറയുന്നത്. അമ്മയ്ക്ക് അസുഖം കൂടുതലാണെന്ന് പറഞ്ഞിട്ട് നഴ്സിംഗ് ഹോമിൽ നിന്ന് കോള് വരുന്നുണ്ട്. മിയോങ് വീണ്ടും അമ്മയുടെ അടുത്തേക്ക് വരും. അവള് വന്നു കഴിയുമ്പോഴത്തേക്കും അമ്മയ്ക്ക് അസുഖം കൂടും. അവിടേക്കാണ് ടേഹുൺ വരുന്നത്. അപ്പൊ ഈ ബഹളമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് അവൻ വരുന്നത്. നിങ്ങൾ എന്ത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, പെട്ടെന്ന് ആംബുലൻസ് വിളിക്കാനായിട്ട് അവൻ പറയും. ഡോക്ടർ വന്ന് എക്സാമിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആരാണ് ഗാർഡിയൻ എന്ന് ചോദിക്കും. വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേനും മിയോങ് ആ ഷോക്കിൽ നിൽക്കുകയാണ്. ടേഹുൺ ആണ് അതിനെല്ലാം ഉത്തരം പറയുന്നത്. ഡിമെൻഷ്യ ഉണ്ട്, പിന്നെ എന്റെ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ അവൻ പറഞ്ഞു കൊടുക്കും. പുറത്ത് വരുന്നതന്നെ ഇവളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. കുഴപ്പമില്ല, അമ്മയ്ക്കെല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ ആശ്വസിപ്പിക്കാനായിട്ട് നോക്കും. അന്നേരമാണ് സോഫി അവിടേക്ക് വരുന്നത്. സോഫി ഇവനെ ശ്രദ്ധിക്കുന്നില്ല. വന്നിട്ട് മിയോങ്ങിന്റെ അടുത്ത് പറയും, ഡോക്ടർ നോക്കിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, കുറച്ച് ടെസ്റ്റും കൂടെയൊക്കെ നടത്തണം, അത് കഴിയുമ്പോഴത്തേക്കും എല്ലാം സ്റ്റേബിൾ ആവും എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് നോക്കണം എന്ന് ഇവൻ പറയും. ഇവൻ ഇത് പറയുന്നത് കേട്ടോണ്ട് സോഫി ഇങ്ങനെ നോക്കിയിട്ട്, ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ടേഹുൺ അല്ലേ എന്ന് ചോദിക്കും. അപ്പോഴാണ് ഇവനും സോഫിയെ തിരിച്ചറിയുന്നത്. ഒരു പണ്ട് ചെറുതായിരുന്നപ്പോഴാണ് കണ്ടിട്ടുള്ളത്. എന്താ ഇവിടെയും ചോദിക്കുമ്പോഴത്തേക്കിനും എനിക്ക് മിയോങ്ങിനെ അറിയാം എന്നാണ് ഇവൻ മറുപടി പറയുന്നത്. അപ്പം മിയോങ് പെട്ടെന്ന് സോഫിയെ വിളിച്ചോണ്ട് അകത്തേക്ക് പോകും. സോഫി ആണെങ്കിൽ ഇവളെ പിടിച്ചോണ്ടൊക്കെ പോകുന്ന കാണുമ്പോഴത്തേക്കിനും ഇവര് നല്ല ഫ്രണ്ട്സ് ആണെന്ന് ടേഹുണിന് മനസ്സിലാവും. അമ്മയ്ക്കെല്ലാം സ്റ്റേബിൾ ആവും, ഒബ്സർവേഷനിൽ വെക്കണം എന്നൊക്കെ ഡോക്ടർ പറയും. ഇതൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കിനും എന്താ ഇങ്ങനെ, ഇതിപ്പോ അമ്മയ്ക്കും വന്നു, നേരത്തെ സൂക്ചൂളിനും ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ സോഫി പറയും. ഇപ്പൊ സൂക്ചൂളിന് എന്ത് പറ്റിയെന്ന് മിയോങ് ചോദിക്കുമ്പോഴത്തേക്കും ഇവർക്ക് പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. ഇതുപോലെ ഒരു ആക്സിഡന്റ് ഉണ്ടായി, അത് വെറും ഒരു ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നില്ല, യങ്സു CCTV ഒക്കെ നോക്കിയപ്പോഴത്തേക്കിനും ആരോ മനഃപൂർവ്വം ചെയ്തതായിട്ടാണ് തോന്നിയത്, ഇനിയും തോന്നൽ മാത്രമാണോ എന്നറിയത്തില്ല എന്നൊക്കെ ഇവളിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കിനും ഇവർക്ക് സംശയം തോന്നിയിട്ട് ഇവൾ അന്നേരം തന്നെ പുറത്തേക്ക് വരും. മിയോങ് വരുന്നതന്നെ അവളുടെ അമ്മയുടെ ഹോസ്പിറ്റൽ ബില്ലൊക്കെ പേ ചെയ്തിട്ട് പോകാനായിട്ട് തുടങ്ങുകയാണ് ടേഹുൺ. ഇവിടെ ചെന്നിട്ട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, നിങ്ങളാണോ സൂക്ചൂളിന്റെ ആക്സിഡന്റിന് പിന്നിലെന്ന് ചോദിക്കും. ഈ ഒരു സമയം അത് സംസാരിക്കാനുള്ള സമയമാണോ എന്ന് അവൻ ചോദിക്കുന്നുണ്ടെങ്കിലും എന്തായാലും ഇയാൾ ചോദിച്ചതല്ലേ, ഞാൻ പറയാം, ഞാൻ തന്നെയാണ് അതിന് പിന്നിൽ, ഞാനാണ് അത് ചെയ്യിച്ചതെന്ന് പറയാം. എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഇവർ ചോദിക്കുന്നുണ്ടേ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ, സൂക്ചൂളിന് നിന്നെ ഒരു രീതിക്കും ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നിനക്കിപ്പോ നിന്നെ ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും പറ്റുന്ന ഒരാളെയാണ് ആവശ്യം, അത് എന്നെ കൊണ്ടേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് കേട്ടാൽ നിനക്ക് നല്ലതേ വരത്തുള്ളൂ. സൂക്ചൂളുമായിട്ട് നല്ല രീതിക്ക് ബ്രേക്കപ്പ് ആവുക, ഇല്ലാന്നുണ്ടെങ്കിൽ റിഗ്രറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്തു കൂട്ടും, അതിന്റെ പേരിൽ നീ എന്നെ റിസെന്റ് ചെയ്യും. അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ നീ വേണം ശ്രദ്ധിക്കാന്ന് പറഞ്ഞിട്ടാണ് ഇവൻ പോകുന്നത്. പറയണോ വേണ്ടയോ, അവനെ അറിയിക്കണോ എന്നൊക്കെ കുറെ നേരം ആലോചിച്ചതിന് ശേഷം സോഫി എന്തായാലും സൂക്ചൂളിനെ വിളിക്കും. എന്നിട്ട് പറയും, ഇതുപോലെ മിയോങ്ങിന്റെ അമ്മയ്ക്ക് അസുഖം കൂടിയിട്ട് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ കൂടെ വന്നത് ടേഹൂണാണ്, ബില്ലടച്ചതും എല്ലാം ടേഹൂണാണ്, വെറും ഒരു പരിചയം മാത്രമാണ് അവർ തമ്മിലെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും. ഇത് കേൾക്കുന്ന സൂക്ചൂളിന്റെ കാര്യങ്ങൾ മനസ്സിലാവും. അവൻ അന്നേരം തന്നെ ടേഹൂണിനെ വിളിക്കും. വിളിക്കുന്നുണ്ടെ ടേഹൂൺ അവൻ്റെ അടുത്ത് പറയുന്നത്, നീ തെറ്റിദ്ധരിക്കണ്ട, അങ്ങനെ സംഭവിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റി, വേറെ ഒന്നും ഇല്ല എന്നാണ്. നിന്റെ ഹെൽപ്പ് മിയോങ്ങിന് ആവശ്യമില്ല, ഇനി നീ മിയോങ്ങിന്റെ അടുത്തേക്ക് പോകരുതെന്നാണ് സൂക്ചൂൾ നേരം അവൻ്റെ അടുത്ത് പറയുന്നത്. സൂക്ചൂൾ ഹോസ്പിറ്റലിലേക്ക് വരും. മിയോങ്ങും അവൻ്റെ അടുത്തൊന്നും പറയത്തില്ല, അവരും തിരിച്ചൊന്നും ചോദിക്കത്തില്ല. പോകാൻ നേരത്ത് ഓക്കെ ആണോ എന്ന് മിയോങ് സൂക്ചൂളിന്റെ അടുത്ത് ചോദിക്കും. എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൻ പോകുന്നത്. അപ്പൊ രണ്ടുപേരും സംഭവിച്ച കാര്യങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല. മിയോങ്ങിന്റെ മനസ്സിലെ ഫുൾ ടേഹൂണിന്റെ ഭീഷണിയാണ്. സൂക്ചൂളിന് ഇനി എന്തെങ്കിലും സംഭവിക്കുമോ, അവനെ എന്തെങ്കിലും ടേഹൂൺ ചെയ്യുവോ എന്നൊക്കെയുള്ള പേടി കാരണം അതും ആലോചിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് വരുന്നത്. അവൾക്ക് സൂക്ചൂളിന്റെ കോള് വരുന്നുണ്ട്, അവൾ അത് അറ്റൻഡ് ചെയ്യുന്നില്ല. സൂക്ചൂള് പിന്നെ വിളിച്ചു നോക്കുന്നുണ്ട്, എന്താ പറ്റിയത്, എനിക്ക് കോള് കിട്ടുന്നില്ല,
ഈ മെസ്സേജ് കാണുവാണെങ്കിൽ തിരിച്ച് റിപ്ലൈ അയക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ മെസ്സേജസ് അയക്കുന്നുണ്ട്. ഇവളതൊക്കെ കണ്ടിട്ടും ഒന്നിനും റിപ്ലൈ കൊടുക്കുന്നില്ല. അവൾ ആകെ ഷോക്ക്ഡ് ആയിട്ട് ഇരിക്കുകയാണ്, എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഒരുപാട് ആലോചിച്ചതിന് ശേഷം സോഹി ബാങ്കിലേക്ക് ചെല്ലും. അവളുടെ FD ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഉറപ്പാണോ ഒരു 2-3 മാസം കൂടി കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് കയ്യിലേക്ക് വരും എന്നൊക്കെ ബാങ്കിലെ പെൺകുട്ടി അവളുടെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷെ അവൾ അത് ക്ലോസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ ജാങ്ങിനെ വിളിപ്പിക്കും. ഇയാൾക്കൊരു ഗേൾഫ്രണ്ട് ഉണ്ടെന്ന് എന്റെ മോള് പറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കിനും ഉണ്ടെന്ന് ഇവൻ സമ്മതിക്കും. ഇയാളുടെ ഗേൾഫ്രണ്ടിന്റെ ഫാമിലി എങ്ങനെയുള്ള ആൾക്കാരാണ്, ഇയാളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റുമോ, ഇയാളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുമോ, ഇയാളുടെ പ്രൊഫഷനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ഇയാൾ ചോദിക്കും. അപ്പൊ ഇവന് മറുപടി ഒന്നും പറയാനായിട്ടില്ല. അങ്ങനെ ഒന്നും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ആ പെൺകുട്ടിയായിട്ട് ബ്രേക്കപ്പ് ആവുക. കാരണം എൻ്റെ ലൈഫിലെ എൻ്റെ അനുഭവം വെച്ച് പറയുകയാണ്, നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ വേണ്ടാന്ന് വെക്കണം. അതൊരു ഫ്ലിങ് ആയിട്ട് നീ കൂട്ടുക. എന്നിട്ട് നിനക്ക് നല്ലത് ഏതാണോ അത് തിരഞ്ഞെടുക്കുക. ഇപ്പോൾ നീ അസോസിയേറ്റ് പ്രൊഫസർ ആയിട്ടുണ്ട്, കുറച്ചും കൂടെ കഴിയുമ്പോൾ പ്രൊഫസർ ആകാനായിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും, ആലോചിച്ച് തീരുമാനിക്കുക എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. റൂമിൽ വന്നിട്ട് ഇത് തന്നെ ആണ് ഡോക്ടർ ജാങ്ങിന്റെ മനസ്സിൽ. അന്നത്തെ ദിവസം മുഴുവൻ മിയോങ്ങിന്റെ കോളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. പക്ഷെ അവള് വിളിക്കുന്നില്ല. അങ്ങനെ അവളുടെ വീട്ടിൽ അന്വേഷിച്ച് വരും സൂക്ചൂള്. പക്ഷെ അവള് ഡോർ തുറക്കത്തില്ല. മിയോങ് വീട്ടിലില്ലാന്ന് വിചാരിച്ചിട്ട് സൂക്ചൂള് തിരിച്ചു പോകും. ടേഹൂണിന് ഒരു കോള് വരും. പറഞ്ഞത് കൊണ്ട് ഞാൻ ചെയ്യാമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെ പ്രോമിസ് ഞാനും കീപ്പ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇവൻ കോള് കട്ട് ചെയ്യും. മിയോങ് സൂക്ചൂളിനെ വിളിക്കും. ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു, അമ്മയുടെ കൂടെ ആയിരുന്നു, അതുകൊണ്ടാണ് വിളിക്കാൻ പറ്റാഞ്ഞതെന്ന് പറയും. അവൻ ആകെ കൺസേണോട് കൂടിയാണ് സംസാരിക്കുന്നത്. നമുക്കിപ്പോ ഒന്ന് മീറ്റ് ചെയ്താലോ എന്ന് അവള് ചോദിക്കുന്നുണ്ട്. ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാമെന്ന് സൂക്ചൂള് പറയും. ഇവള് ശരിക്കും വീട്ടിലിരുന്നിട്ടാണ് വിളിക്കുന്നത്. ഉടനെ അവള് പറയുന്നത് വേണ്ട, നമ്മൾ എപ്പോഴും മീറ്റ് ചെയ്യുന്ന പാർക്കിൽ വന്നാൽ മതി, ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയും. സൂക്ചൂള് വന്ന് നോക്കുമ്പോൾ മിയോങ് വല്ലാതിരിക്കുകയാണ്. എന്ത് പറ്റി, ടയർഡ് ആണല്ലോ, 2-3 ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ ആയതുകൊണ്ടാണോ, നേരെ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ലേ, നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോകാം എന്നൊക്കെ പറയും. പക്ഷെ ഇവൾ അതിനൊന്നും മറുപടി പറയത്തില്ല. അവനെ പിടിച്ചവിടെ ഇരുത്തും. ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്, നമുക്ക് ബ്രേക്കപ്പ് ആവാമെന്ന് മിയോങ് സൂക്ചൂളിന്റെ അടുത്ത് പറയും.